ബ്രിഗേഡിയർ വേണുനാർ കൂടി നമുക്ക് ചേരുമ്പോൾ ബ്രിഗേഡിയർ മൂന്ന് തരത്തിലാണ് ഇസ്രയേൽ നടത്തുന്ന ആക്രമണം. അത് നദാൻസ് പോലെയുള്ള ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ വരെ തകർത്തു എന്ന് പറയുന്ന ഒന്ന്. തിരിച്ച് ഇറാൻ നടത്തുന്ന ഈ അയൺ ഡോമിനെ പോലും അല്ലെങ്കിൽ ആരോയൊക്കെ വീക്കൻ ചെയ്തുകൊണ്ടുള്ള ഇറാന്റെ തിരിച്ചടിക്കൽ. ഇതിനിടയിൽ US സൈനിക വിന്യാസം നടത്തുന്നു. യു എസിന്റെ കാൾസൺ ആണെങ്കിലും നിമിറ്റ്സ് ആണെങ്കിലും അങ്ങനെയുള്ളതെല്ലാം അവിടെ വിന്യസിക്കുന്നു. ഒരു പുതിയ ഒരു കൺവെൻഷൻ യുദ്ധത്തിനപ്പുറത്തേക്കുള്ള ഒരു ഡ്രോണും ഡിജിറ്റൽ തന്ത്രങ്ങളും ഒക്കെ ഉള്ള ഒരു പുതിയ ഒരു യുദ്ധ രീതിയിലേക്ക്, അത് ഒരു ഫുൾ ഫ്ലെഡ്ജ് വാറിലേക്ക് പോവുകയാണെങ്കിൽ ഇതാർക്ക് മുൻതൂക്കം? ഇത് ഏത് തരത്തിലുള്ള ടാക്ടിക്സുകളായിരിക്കും ഒരുപക്ഷെ ഇനിയുള്ള മണിക്കൂറുകൾ ഉണ്ടാവുക? അപർണയടക്കം എല്ലാവർക്കും എൻ്റെ ജയ്ഹിന്ദ്. ഇത് ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനാണല്ലോ. ഈ ഓപ്പറേഷനെ ഇറാൻ വിളിക്കുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് ആണെന്ന്. ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ഇതിൻ്റെ 1ഉം 2ഉം കഴിഞ്ഞ വർഷം ഏപ്രിലും ഒക്ടോബറിലും നടന്നു. അവർ ഒരു സീരീസ് ഓഫ് ഡ്രോൺ അറ്റാക്കും മിസൈൽ അറ്റാക്കും കഴിഞ്ഞ വർഷം ചെയ്തതായിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് അവരുടെ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആണ്. അപ്പോൾ ഇതിലേക്ക് എൻ്റെ നാളെ എന്തുണ്ടാകും, ഇതിൻ്റെ ഭാവി എന്താണെന്ന് അറിയുന്നതിനേക്ക് എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഈ പ്രേക്ഷകർക്ക് കൂടെയുള്ള അറിവിലേക്കായിട്ട് നമ്മുടെ ഇതിൻ്റെ ചില മാക്രോ എലിമെൻറ്റ്സ് ഒന്ന് പുറകോട്ട് നോക്കിയിട്ട് നമുക്ക് പോകാം. ഈ നമ്മളിപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു അയൽ രാജ്യങ്ങളല്ല. ഇറാനെ നമ്മളെല്ലാം അറിയുന്നത് 1935 മുമ്പ് പേർഷ്യ എന്നായിരുന്നു. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ നാട്ടിൽ നിന്ന് പല ആൾക്കാരും അവിടെ പോയി കാശുണ്ടാക്കി ഇവിടെ വന്നിട്ടുണ്ട്. ആ കാലങ്ങളിൽ ഏർലി 60s ഞാൻ കണ്ടിട്ടുള്ളത് അന്നത്തെ ഈ ട്രാൻസിസ്റ്ററും വലിയ റേഡിയോകളും ഒക്കെ അവരുടെ വീടുകളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കൾച്ചറലി നോക്കുമ്പോൾ ഏറ്റവും പഴക്കമുള്ള സംസ്കാരമുള്ള ഒരു രാഷ്ട്രമായിരുന്നു പേർഷ്യ. അത് ഒരു 2500-600 BC മുതൽ ഉള്ളതാണ്. നമ്മൾ ഇന്ത്യ ആണെങ്കിൽ സ്വല്പം ഒരു 100 കുറച്ചും കൂടെ പിന്നിലാണെന്നേ ഉള്ളൂ. അപ്പോൾ അവർ അന്ന് വളരെ ശക്തമായ രാഷ്ട്രമായിരുന്നു. ഇങ്ങനെ ചക്രവർത്തിമാരാണ് അവർ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ 1979 ഇങ്ങനെ ഒരു മതരാഷ്ട്രമായിട്ടത് മാറുന്നത്. അത് അറിയാം. അതിൽ ആദ്യമായിട്ട് വന്നത് റുഹുള്ള ഖൊമീനി എന്ന് പറഞ്ഞ ഒരു അയ്യത്തുള്ള ആയിരുന്നു. അപ്പോൾ അവരൊരു തിയോക്രാറ്റിക് സൊസൈറ്റിയും ഒരു രാഷ്ട്രമാണ് ഉണ്ടാക്കിയത്. അവിടെ എക്സ്പെർട്ട് അവരുടെ ഒരു അസംബ്ലിയാണ് ഇങ്ങനെ അയ്യത്തുള്ള ഖൊമീനി അവരുടെ റിലീജിയസ് ടീച്ചേഴ്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ്, അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹം തന്നെയാണ് ആ രാഷ്ട്രത്തിൻ്റെ നമ്പർ 1. അതിന് മജ്ലിസ്, പ്രസിഡൻറ്റ്, പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിലും എല്ലാത്തിൻ്റെ അവസാന വാക്ക് ഈ അയ്യത്തുള്ളയാണ്. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് അലി ഖൊമീനിയാണ്. അദ്ദേഹത്തിന് 86 വയസ്സുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു 46 വർഷം മുതൽ ഈ അവരുടെ പ്രഖ്യാപിത നയങ്ങളിലൊന്നാണ് ഈ ഇസ്രായേലി ജൂതന്മാരാണ് അവരെ പാലസ്തീനികളെ വിഷമിപ്പിക്കുന്നു. അതുകൊണ്ട് അവരെ രക്ഷിക്കാനുള്ള ആ രീതി കൊണ്ട് ഇസ്രായേലിനെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു മാറ്റും എന്നുള്ള ഒരു നയമാണ് അവർക്കുള്ളത്. അതിനു വേണ്ടിയിട്ട് ഈ നമ്മൾ പറഞ്ഞ പോലെ 1500-ഉം 1600 കിലോമീറ്റർ ദൂരെ കിടക്കുന്നവർക്ക് നേരിട്ടിടപെടാനുള്ള ശക്തി അന്നുണ്ടായിരുന്നില്ല. കാലക്രമമായിട്ടാണ് അവരുടെ സൈനിക ശക്തി അതെല്ലാം ഉണ്ടാക്കിയത്. അതിനാണ് അവർ ഈ പ്രോക്സികൾ, നമുക്ക് എല്ലാവരും അറിയാവുന്നല്ലോ, ഹമാസ് ഗസയിൽ ഹമാസ്, ലെബനനിലാണെങ്കിൽ ഹിസ്ബുള്ള, യമനിലാണെങ്കിൽ ഹൂത്തികൾ, ഇവരെല്ലാം അവരുടെ പ്രോക്സികളാണ്. ഇവരെല്ലാം കൂടി ഈ ചെറിയ കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് മാന്തിക്കുന്ന പോലെയാണ് അവർ ചെയ്തിരുന്നത്. ഒക്ടോബർ 23 ഈ ഗാസയിലുണ്ടായ പ്രശ്നം, ഈ 1000-ൽ കൂടുതൽ ഇസ്രായേലുകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്ന ഇറാനാണ്. അതങ്ങനെ പറയാൻ അന്ന് ആളുകൾ ഒന്നും ധൈര്യപ്പെട്ടിരുന്നില്ല. അന്ന് ഞാനും പറഞ്ഞിരുന്നു ഇതിൻ്റെ എല്ലാം പുറകിൽ അവരുടെ ഒരു വൈദഗ്ധ്യം, ഈ ഹമാസുകാരുടെ വൈദഗ്ധ്യവും അവരുടെ ട്രെയിനിങ്ങും എല്ലാം, അവർ ഹൗ ദേ എക്സിക്യൂട്ടഡ് ദ ഓപ്പറേഷൻ കാണുമ്പോൾ ഇതിൻ്റെ പുറകിൽ ഇറാനായിരുന്നു എന്നുള്ളതിന് ഒരു സംശയമില്ലായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ പുറകിൽ നിന്നുകൊണ്ട് ഇസ്രായേലിനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴും 54,000-ൽ പരം ആളുകളെ കൊന്നൊടുക്കിയിട്ടും
ഹമാസിനെ അവർ അടിവരവ് പറയുന്നില്ല. അവർക്ക് എത്ര ആളുകൾ മരിച്ചാലും ഒക്കെ പ്രശ്നമില്ല എന്ന രീതിയിലാണ്. അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ തന്നെ അടിച്ചൊതുക്കിയിരിക്കുകയാണ്. യമനിലെ ഹൂത്തികൾ കുറച്ച് US-ൻ്റെ ആക്രമണങ്ങൾ കൊണ്ട് കുറച്ച് ഗൾഫ് ഓഫ് ഹോർമൂസിൽ അവർ ആ ഒരു സപ്ലൈ ലൈനിൽ ഇപ്പോഴും ചെയ്യുന്നില്ല. അത് നമുക്ക് പിന്നെ വരാം. എന്താണ് ഇത് കുറച്ചുകൂടെ പോയാൽ എന്തായിരിക്കും അന്താരാഷ്ട്ര നമ്മൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊന്നും. അപ്പോൾ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഉദ്ദേശങ്ങളാണ് രണ്ടുപേർക്കും ഉള്ളത്. ഇസ്രായേലിനെ നശിപ്പിച്ച് അടങ്ങുമെന്ന് ഇറാൻ പറയുന്നു. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാം അതിനു വേണ്ടിയിട്ടാണ് അവർക്കൊരു ഇസ്ലാമിക് ബോംബ് പാകിസ്ഥാൻ്റെ അവർക്ക് കിട്ടില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവർക്ക് വേണ്ടി ഒരു ബോംബുണ്ടാക്കുക, ആ ഒരു ബോംബുണ്ടാക്കി ഇസ്രായേലിനെ എതിരായിട്ട് ഉപയോഗിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ ഒരു ഡിറ്ററൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും, എന്നാലും അവരെ ഭൂപടത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ, അവരെ ഇല്ലാതാക്കണമെങ്കിൽ ന്യൂക്ലിയർ ബോംബ് വരെ ഉപയോഗിക്കാൻ അവർ മടിക്കില്ലെന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇവർക്ക് പറയുന്നത് ഇവരുടെ എൻറിച്ച്മെൻറ്റിൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു 70കളിൽ തുടക്കത്തിൽ ഇവർക്കൊരു ഈ ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റിന് USA സഹായം കൊടുത്തിരുന്നു. പക്ഷേ 79 ആയപ്പോഴേക്കും ഈ ഒരു തിയോക്രാറ്റിക് ഭരണം വന്നതോടെ അവർ അതിൽ നിന്ന് മാറി. പിന്നെ സാങ്ഷൻ ആയി അവർക്ക്. അപ്പോൾ ഇസ്രായേലിന് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ എൻറിച്ച്മെൻറ്റ് സാധാരണ എനർജി യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 5% കൂടുതൽ എൻറിച്ച്മെൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഏതാണ്ട് 60-62% എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് 2015 ഈ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും കൂടെ ചേർന്ന് ഇവരുമായിട്ടൊരു കരാറുണ്ടാക്കി, നിങ്ങൾ എൻറിച്ച്മെൻറ്റ് നിർത്തിവെക്കണം, ബോംബ് ഉണ്ടാക്കരുത്, അതുകൊണ്ട് നിങ്ങളുടെ സാങ്ഷൻസ് നിങ്ങളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു തരാമെന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. പക്ഷേ 2018 ട്രംപ് ഈസ് ആസ് യൂഷ്വൽ, അദ്ദേഹം ആരോടും പറയാതെ ഈ കെയിം ഔട്ട് ഓഫ് ദ കരാറിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ അന്ന് മുതൽ ഏതാണ്ട് വളരെ കുറച്ചുണ്ടായിരുന്നു, ഇപ്പോൾ 62% നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അവർക്കൊരു ബോംബ് ഉണ്ടാക്കാൻ ഒരു 9 ബോംബുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള യുറേനിയം അവരുടെ കയ്യിലുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത്. അത് ശരിയായിരിക്കാം. അപ്പോൾ ഇപ്പോൾ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇവർ ഇറാൻ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇത് ചെയ്യുന്നത്. ഇറാന് നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞ പോലെ ഇറാന് ഒരടി കൊടുക്കണമെന്ന് GCC രാജ്യങ്ങളടക്കം വിചാരിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടെങ്കിൽ, ഞാൻ തിരികെത്താം ശ്രീ ബ്രിഗേഡിയർ വേണുനായർ. ഡോക്ടർ